നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നാഗലശ്ശേരി പഞ്ചായത്തിന് സമീപത്തെ ഇരുനില കെട്ടിടത്തിന് മുകളിൽ നിന്നും താഴെ വീണ യുവാവിന് ഗുരുതര പരിക്ക്. അതീവ ഗുരുതരാവസ്ഥയിൽ യുവാവ് വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. പാലക്കാട് കഞ്ചിക്കോട് സ്വദേശി 29 വയസ്സുള്ള ശ്യാം പ്രസാദിനാണ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. വ്യാഴാഴ്ച വൈകിട്ട് 6:30 ആയിരുന്നു അപകടം. സോളാർ പാനൽ ഫിറ്റിംഗ് ജോലികൾക്കായി കൂറ്റനാടെത്തിയ ശ്യാം നാഗലശ്ശേരി പഞ്ചായത്തിന് തൊട്ടരികിലെ ഇരുനില കെട്ടിടത്തിലായിരുന്നു താമസം. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6:30 താമസിക്കുന്ന മുറിയിൽ നിന്നും ശ്യാം ഫോൺ ചെയ്യുന്നതിനായി കെട്ടിടത്തിന്റെ ടെറസിലേക്ക് പോവുകയായിരുന്നു. തുടർന്ന് അബദ്ധത്തിൽ ഇയാൾ മുകളിൽ നിന്നും താഴേക്ക് വീഴുകയായിരുന്നു. ടെറസിന്റെ വശത്തുള്ള ഭിത്തിയിൽ ഇരിക്കുമ്പോൾ അബദ്ധത്തിൽ താഴേക്ക് വീണതാകാമെന്നാണ് നിഗമനം. കെട്ടിടത്തിന്റെ താഴ്ഭാഗത്തെ വരാന്തയിൽ മഴ നനയാതിരിക്കാൻ സ്ഥാപിച്ച ഫൈബർ മേൽക്കൂര തകർന്നാണ് താഴേക്ക് പതിച്ചത്. ശ്യാം വീണ ഭാഗത്തെ ഫൈബർ മേൽക്കൂരയിൽ വലിയൊരു ദ്വാരവും രൂപപ്പെട്ടിട്ടുണ്ട്. തലയിടിച്ചുണ്ടായ വീഴ്ചയിൽ മുഖത്തും കാലിനും ഗുരുതര പരിക്കുകളേറ്റു. ഉടൻ തന്നെ സമീപത്തെ കടകളിലുണ്ടായിരുന്നവരും നാട്ടുകാരും ചേർന്ന് ആദ്യം കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചെങ്കിലും പരിക്കു ഗുരുതരമായതിനാൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. നിലവിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ശ്യാം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അത് മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. ആള് താഴത്ത് വീണ് കിടക്കുന്നത്. ഇവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരോട് പറഞ്ഞപ്പോഴാണ് അയാള് ഓട്ടോറിക്ഷ വിളിച്ചിട്ട്. നിറയെ ആൾക്കാരുണ്ടായിരുന്നു അവിടെ? ഇല്ല, 2-3 ആൾക്കാരുണ്ടായിരുന്നു. അവിടെ ആ കടയത്തെ 2 പെൺകുട്ടികളും അപ്പുറത്തെ തുണിക്കാരുടെ ഒരു ചേട്ടനുണ്ട്. അങ്ങനെ അവിടുന്ന് റോട്ടിൽ നിന്നോട് പറഞ്ഞ അവിടെ ആരും വീണിട്ടുണ്ട് താഴത്ത് ഇല്ലെങ്കിലും വേണം. ഇവിടെ അപ്പൊ അതിന്റെ ആരും ഇല്ല പണിയെടുക്കുന്ന ആള്. ഇത് ഞാൻ ഓടി വന്നെന്ന് വെച്ചാൽ ബ്ലോക്കിൽ പണിയെടുക്കുന്നതാണ്. അവിടെ പ്ലംബിങ്ങിന്റെ പണിയൊക്കെ ഉണ്ട്. അപ്പൊ അവര് ഇനിയിപ്പോ നേരം വേണ്ടിയിട്ട് അതൊക്കെയായിരിക്കും വെച്ചാൽ ഞാൻ ഓടി വന്നു. അപ്പൊ അറിഞ്ഞു അവിടെ എന്താ ഇവിടെയാണ് വീണതില്ല. അപ്പൊ നോക്കിയപ്പോ ആള് ആകെ ഫുള്ള് രക്തത്തിൽ കുടിച്ചിട്ട് കിടക്കുക. ഒരു നിരക്ക് മാത്രം. ഇപ്പൊ എന്താണ് ആൾക്കാർ അവിടെ വിളിച്ചെങ്കിൽ അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ. വിളയൂർ പഞ്ചായത്തിൽ വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതി ലക്ഷ്യമിട്ട് സമഗ്ര പദ്ധതികൾക്ക് രൂപം നൽകുന്നു. വികാസ് എന്ന പേരിലാണ് പദ്ധതികൾ തയ്യാറാക്കുന്നത്. പദ്ധതി പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് നീലടി സുധാകരൻ പറഞ്ഞു. വികാസ് എന്ന പേരിലാണ് വിളയൂർ ഗ്രാമപഞ്ചായത്തിൽ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാ തലങ്ങളിലും സമഗ്രമായ വികസനമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പരിശീലന പരിപാടികളും വികാസ് പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിൽ നടപ്പാക്കും. അധ്യാപക പരിശീലനങ്ങൾ ഉൾപ്പെടെയുള്ള പരിപാടികളും ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. കുട്ടികൾക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ ശരിയായ ദിശാബോധം നൽകുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. തൊഴിൽ സാധ്യത ഉൾപ്പെടെയുള്ളവയാണ് ഇത്തരം പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീലടി സുധാകരൻ പറഞ്ഞു. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു പുതിയ ദിശാബോധം കൊടുക്കുന്നതിന് വേണ്ടിയാണ് വിളയൂരിലെ വിദ്യാഭ്യാസ പ്രൊജക്റ്റുകളൊക്കെ ഏകീകരിച്ചുകൊണ്ട് വികാസ് എന്ന പേരിൽ വിളയൂർ ഇനീഷ്യേറ്റീവ് നോളജ് ആൻഡ് അക്കാഡമിക് സക്സസ് എന്ന് പറഞ്ഞ പേരിലാണ് നമ്മൾ വികാസ് രൂപപ്പെടുത്തിയുള്ളത്. അതിൻ്റെ ലോഞ്ചിങ് കഴിഞ്ഞ 15-ാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് എൻ ശംസുദ്ദീൻ സാറ് നിർവഹിച്ചു. അതിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ തുടങ്ങിയിരിക്കുക. നമ്മുടെ കുട്ടികൾ അന്ന് SSLC +2 അതുപോലെ തന്നെ ഡിഗ്രിക്കൊക്കെ റാങ്കും ഉന്നത വിജയങ്ങളൊക്കെ നേടിയ കുട്ടികളെയൊക്കെ ആദരിക്കുന്ന ചടങ്ങ് നടന്ന് LSS USS NMS അടക്കമുള്ള പരീക്ഷകൾ പഠിച്ച് പാസ്സായ കുട്ടികളുണ്ട്. അവർക്ക് ഒരു വലിയ ആദരവ് നൽകി. അതോടൊപ്പം തന്നെ ഇനി നമുക്ക് ഈ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ അവർക്ക് മോട്ടിവേറ്റ് ചെയ്യാവുന്ന ഒരു പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഈ മത്സര പരീക്ഷകൾക്ക് ഇപ്പോൾ ഡിഗ്രി +2 ഡിഗ്രി ഒക്കെ കഴിഞ്ഞ കുട്ടികൾക്ക് ഒരു മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതിനുള്ള പരിശീലനങ്ങൾ നമ്മൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ SC വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഇപ്പോൾ പല ഹൈസ്കൂളിലൊക്കെ അവർ റേഷ്യോ കുറഞ്ഞു വരികയാണ്. അപ്പോൾ വിജയ ശതമാനം കുറവ് വരുന്ന മേഖലകളാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടു നയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക പദ്ധതി നമ്മൾ സ്കൂളുമായി കേന്ദ്രീകരിച്ച് ആലോചിക്കുന്നുണ്ട്. നൈപുണ്യ വികസന പദ്ധതി നമ്മൾക്ക് ഈ ഇൻ്റർവ്യൂവിലും അതുപോലെ തന്നെ CV തയ്യാറാക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ നമ്മുടെ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് കുറച്ച് പുറകിലേക്കായി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത്തരം കുട്ടികളെ തിരഞ്ഞു പിടിച്ച് അവർക്ക് വേണ്ടുന്ന പരിശീലനങ്ങൾ കൊടുക്കാനും
ഒക്കെയുള്ള ശ്രമമുണ്ട്. ഇന്ത്യ അധ്യാപകർക്ക് ആവശ്യമായ പരിശീലന പരിപാടികളും ഇതിന്റെ ഭാഗമായി നടപ്പാക്കും. വിദ്യാഭ്യാസ രംഗത്തെ സമഗ്ര മാറ്റമാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നതെന്നും എല്ലാ വിഭാഗം ആളുകളുടെയും സഹകരണം പദ്ധതിക്ക് പ്രതീക്ഷിക്കുന്നുണ്ടെന്നും പ്രസിഡന്റ് സൂചിപ്പിച്ചു. വിദ്യാഭ്യാസ മന്ത്രിയാണ് വികാസിന്റെ ഔപചാരികമായ ലോഗോ പ്രകാശനം ചെയ്തത്. വരും ദിവസങ്ങളിൽ നടപ്പാക്കുന്ന പല പദ്ധതികളും വികാസിന്റെ പേരിലാണ് പഞ്ചായത്തിൽ ഇനി നടപ്പാക്കുകയെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിലടി സുധാകരൻ സൂചിപ്പിച്ചു. ഇപ്പോൾ വരുന്ന കുട്ടികൾക്ക് ഒരു മോട്ടിവേറ്റ് ചെയ്യാവുന്ന തരത്തിലേക്ക് അവരെ കൊണ്ടുപോകണം എന്നതിൻ്റെ ഫലത്തിലാണ് നമ്മൾ പ്രൊഫഷണൽ കോൺക്ലേവ് നമ്മൾ ആലോചിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ എല്ലാ വിദ്യാലയങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് അവരുടെ എല്ലാവിധ കഴിവുകളും പ്രൊമോട്ട് ചെയ്യാവുന്ന തരത്തിലേക്ക് അധ്യാപകരുടെ ഒരു ടീമിനെ നമ്മൾ ഏകദേശം സംസാരിച്ച് ഒരു ധാരണയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ അധ്യാപകരുടെ ഒരു ടീമിൻ്റെ പിന്തുണയോട് കൂടിയിട്ട് അവർ നേതൃത്വത്തോടു കൂടിയാണ് നമ്മൾ ഈ പദ്ധതികളൊക്കെ വിഭാവനം ചെയ്യാൻ ആലോചിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് അറിയാം, ഇപ്പോൾ ഈ അക്കാഡമിക് വർഷങ്ങളിൽ SSLC +2 ഒക്കെ പാസ്സായെങ്കിൽ പോലും പല കുട്ടികൾക്കും അവരുടെ ഈ ഭാഷാ നൈപുണ്യവും അതുപോലെ തന്നെ എഴുത്തും ഒക്കെ കുറച്ച് പുറകിലേക്കാണ് എന്ന് പറയാം. 8ാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടികളൊക്കെ വളരെ കുറവാണ് അവർ എഴുത്തും വായനയും ഒക്കെ എന്ന് പല അധ്യാപകരും സ്കൂളിൽ നിന്നൊക്കെ റിപ്പോർട്ടുണ്ട്. അപ്പോൾ നമ്മൾ LP സ്കൂൾ മുതൽ തന്നെ അത്തരം കുട്ടികളെ എങ്ങനെയൊക്കെ അവർ മെച്ചുവേർഡാക്കി എടുക്കാം എന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അതിന് അധ്യാപകരുടേതായ അഭിപ്രായം, അതുപോലെ സ്കിൽഡായിട്ടുള്ള ഒത്തിരി പേരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. വർഷത്തിൽ 1-2 തവണ ഈ SSLCയും +2 കഴിഞ്ഞ് മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കുന്നതിലപ്പുറം അതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഹൈസ്കൂളിലേക്ക് എത്തുന്ന സമയത്ത്, അപ്പോൾ തന്നെ +1 എത്തുന്ന സമയത്ത് ആ കുട്ടികൾക്ക് അന്ന് മുതൽ തന്നെ തുടക്കത്തിലേ ഒരു മോട്ടിവേഷൻ, ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ്, അവയർനെസ് ക്ലാസ്സൊക്കെ കൊടുത്ത് അവർക്ക് ഇന്ന എയിം വേണം എന്നൊരു തോന്നലുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നമ്മൾ ആലോചിക്കുന്നത്. അതൊക്കെ നമ്മുടെ വികാസിൻ്റെ നേതൃത്വത്തിലാണ്. ഇപ്പോൾ LSSൻ്റെ USSൻ്റെ NMMSൻ്റെ ഒക്കെ സ്കോളർഷിപ്പ് നെറ്റ് കുട്ടികൾക്ക് നമ്മൾ എറണാകുളം ബേസിലുള്ള ഇൻസ്പിരോ IAS അക്കാഡമിയോട് ലിങ്ക് ചെയ്തിട്ടാണ് നമ്മൾ പരിപാടി പ്രോഗ്രാം ചെയ്തത്. അപ്പോൾ ആ വളരെ ചെറുപ്പത്തിലെ സിവിൽ സർവീസിനോടും അനുബന്ധമായിട്ടുള്ള മേഖലകളോടും ഒരു താല്പര്യം നമ്മുടെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഉണ്ടാക്കാൻ ഉള്ള ശ്രമം നമ്മൾ തുടങ്ങുകയാണ്. വായനാശീലം വളർത്തുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ അവരുമായി ചേർന്ന അധ്യാപകരുമായിട്ട് സ്കൂളുകളിൽ ബന്ധപ്പെട്ടും ആ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ അട്ടിമറിക്കുന്ന UDF സർക്കാരിനെതിരെ പ്രതിഷേധവുമായി പട്ടാമ്പി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ രംഗത്ത്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പട്ടാമ്പി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ അട്ടിമറിക്കുന്ന UDF സർക്കാരിനെതിരെ പട്ടാമ്പിയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. മേലെ പട്ടാമ്പി അലക്സ് തിയേറ്റർ സമീപത്തു നിന്നുമാണ് പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത്. നിരവധി പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു. സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് ജനക്ഷേമം സംരക്ഷിക്കൂ, പെൻഷൻ വിതരണം ഉറപ്പാക്കൂ എന്ന് UDF സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് അഖിലേന്ത്യ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പട്ടാമ്പി ഏരിയ കമ്മിറ്റി നയിക്കുന്ന പ്രതിഷേധ ജാഥയാണ് തുടർന്ന് നടന്ന യോഗം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സുബൈദ ഇസ്ഹാഖ് ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ സുരക്ഷാ പെൻഷൻ അട്ടിമറിച്ച ഗവൺമെന്റിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ഇതുപോലെയുള്ള പ്രതിഷേധ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ മഹിളാ അസോസിയേഷന്റെ യൂണിറ്റുകളിലും വില്ലേജ് തലങ്ങളിലും ഏരിയ കേന്ദ്രങ്ങളിലും ഇതുപോലെയുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. ഇത്തരമൊരു പ്രതിഷേധ പ്രകടനം എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്ന് പലർക്കും സംശയം തോന്നും. എല്ലാവർക്കും അറിയാവുന്നതുപോലെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ, കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് ഇടതുപക്ഷം 10 വർഷക്കാലം ഈ കേരളത്തിനകത്ത് അധികാരത്തിലിരുന്നപ്പോൾ ഈ കേരളത്തിലെ ഓരോ സ്ത്രീക്കും അഭിമാനിക്കാൻ കഴിയാവുന്ന വിധത്തിലുള്ള സ്ത്രീ മുന്നേറ്റ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഒരു സ്ത്രീപക്ഷ കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ സർക്കാർ മുന്നോട്ട് പോയത്. കുറേ വർഷങ്ങളായി കേരളത്തിനകത്തെ സ്ത്രീകൾ പൊതുവായി പറയുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന്, സ്ത്രീകളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉയർത്തണമെന്നും അതോടൊപ്പം സ്ത്രീകളുടെ തൊഴിൽ വർധനയ്ക്ക് ആവശ്യമായിട്ടുള്ള നല്ല ഇടപെടലുകൾ നടത്തണമെന്നും, സ്ത്രീ സുരക്ഷ ഏറ്റവും പ്രധാനമാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ നല്ല രൂപത്തിൽ നടത്തണം എന്നുൾപ്പെടെ
സ്ത്രീകളുടെ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഉൾപ്പെടെ ഈ കേരളത്തിനകത്തെ സ്ത്രീകളുടെ സംഘടനകൾ ഉയർത്തിയിരുന്നു. അങ്ങനെ സ്ത്രീകളുടെ സംഘടനകൾ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നാണ് 24 മണിക്കൂറും പണിയെടുക്കുന്ന സ്ത്രീകൾക്ക് വീട്ടിനകത്തെ പണി എന്ന് പറയുന്നത് ഒരു കാണാപ്പണിയായി കാണുന്നു. ഏരിയ പ്രസിഡന്റ് എ ഷാബിറ അധ്യക്ഷയായിരുന്നു. സെക്രട്ടറി എ ആനന്ദവല്ലി, MK സുമതി, ED ശ്രീജ, P ഗീത തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. പട്ടാമ്പി നെടുങ്ങനാട്ട് മുത്തശ്ശിയാർക്കാവിൽ തിരുനാൾ ആഘോഷിച്ചു. ക്ഷേത്രത്തിൽ ദീർഘകാലത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന മേൽശാന്തിക്കും കളമ്പാട്ട് കലാകാരനും യാത്രയയപ്പും നൽകി. പട്ടാമ്പി നെടുങ്ങനാട് മുത്തശ്ശിയർക്കാവിൽ ഭഗവതിയുടെ തിരുനാളാഘോഷം വിവിധ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. ഇതോടനുബന്ധിച്ച് അനുമോദന യോഗവും നടന്നു. മാതൃസമിതിയുടെ നേതൃത്വത്തിൽ സമൂഹ ലളിത സഹസ്രനാമജപം, സമൂഹാരാധന എന്നിവയും ഉണ്ടായിരുന്നു. ദീർഘകാലത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന മേൽശാന്തി മാടായിമഠം നാരായണൻ എമ്പ്രാന്തിരിക്കും കളമ്പാട്ട് കലാകാരൻ കല്ലാറ്റ രാധാകൃഷ്ണക്കുറുപ്പിനും യാത്രയയപ്പ് നൽകി. ചടങ്ങ് ക്ഷേത്രതന്ത്രി അഴകത്തുമന പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് VV രവീന്ദ്രനാഥ് അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി M രമേശ് ബാബു, E കൃഷ്ണകുമാർ, K ഗോപാലകൃഷ്ണൻ, M മണികണ്ഠൻ, K ശിവപ്രകാശ് എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. ചരമം. കൂറ്റനാട് വലിയ പറമ്പ് കടവാരത്ത് KG പ്രതിഭാസ് നിര്യാതനായി. 39 വയസ്സായിരുന്നു. നാഗലശ്ശേരി സഹകരണ ബാങ്ക് മാനേജരും CPM വലിയ പറമ്പ് ബ്രാഞ്ച് മെമ്പറുമാണ് പരേതൻ. CPM ജില്ലാ കമ്മിറ്റി അംഗവും പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റുമായിരുന്ന പരേതനായ KT ഗോപി പിതാവാണ്. തങ്കം മാതാവും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥ ശ്രുതി ഭാര്യയുമാണ്. അൻകിത്, ഇവ എന്നിവർ മക്കളാണ്. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.